രക്ഷിതാവ് എന്ന് പറയുമ്പോൾ രക്ഷിക്കുന്നവനാണ്. എങ്ങനെ രക്ഷിക്കുന്നവനാണ്? ചോദ്യം അതാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തത്? 14 വയസ്സുള്ള നിങ്ങളുടെ മകന് ഏത് രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവന് സന്ദേശമായി കൊടുക്കുകയാണോ ചെയ്തത്? അതല്ല, എൻ്റെ ജീവിതമല്ല സന്ദേശമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണോ ചെയ്തത്? ടോളസ്റ്റോയുടെയും ലിയാനോ ഡാവിഞ്ചിയുടെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ലാലാ ലജ്പത് റായിയുടെയും മാഡം ക്യൂറിയുടെയും ജീവിത കഥകൾ, സോക്രട്ടീസിനെ പോലെ ഉള്ള കഥകൾ, ആ കഥകളൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം വെറും പൊട്ട് കഥകൾ മാത്രമാണ്, വെറും കഥകൾ മാത്രമാണ്. കാരണം അവനും ഗലീലിയോയും തമ്മിൽ, ഗലീലിയോ എന്നല്ല അതിൻ്റെ ഉച്ചാരണം കേട്ടോ, അതുകൊണ്ടാണ് ഗാലലയോ എന്ന് ഞാൻ പറയുന്നത്, ഗാലലിയോയും തമ്മിൽ ഒരു പുലബന്ധം പോലുമില്ല. ഗാലലിയോയുടെ ജനറ്റിക് അല്ല നിങ്ങളുടെ മകൻ്റെ ജനറ്റിക്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു മഹാത്മാഗാന്ധിയുടെ കഥ പഠിക്കേണ്ടേ എന്ന്. കഥ പഠിക്കണം, ജീവിത കഥ പഠിക്കണം. അവനെ മനസ്സിലാക്കി കൊടുത്തത് എന്താണെന്നുള്ളതാണ് അതല്ല ഒരു മനസ്സിലാക്കി കൊടുക്കൽ. ആ ഒരു പൂവ് വിരിയുമ്പോൾ ഈ പൂവ് വിരിയാനുള്ളതാണെന്ന് മനസ്സിലാക്കൽ, ഈ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു അസ്തമയമുണ്ടെന്ന് മനസ്സിലാക്കൽ, ആ പൂവ് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനൊരു സൗരഭ്യമുണ്ടെന്ന് മനസ്സിലാക്കൽ, ഒരു പൂവ് വിരിയുമ്പോൾ അതിന് അതിൻ്റേതായുള്ള ഒരു സത്വമുണ്ടെന്ന് മനസ്സിലാക്കൽ. ഈ മനസ്സിലാക്കലാണോ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക്? അങ്ങനെ നിങ്ങൾ ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും അവനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല.